ഈ വരും 17 മിനിറ്റ് സിനിമ എടുക്കുമ്പോൾ തനിക്കിപ്പോൾ ഞാനതിൽ ഏറ്റാണ് എന്നെങ്ങനെ തോന്നി? സിനിമയ്ക്ക് ഒന്ന് നമ്മള് നമ്മുടെ ഒരു നാടിനെ അടയാളപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണല്ലോ നമ്മൾ സിനിമ എടുക്കാൻ ഞാനും ആനന്ദനൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരുപാട് കഥകളും പോയിന്റുകളൊക്കെ നമ്മൾ ആലോചിക്കുന്നു. അപ്പോൾ അതുവരെ അശോകേട്ടൻ പിക്ചറിലില്ല. അപ്പോൾ പല കഥകളും നമുക്ക് പറ്റാത്തതാണ്, നമുക്ക് ആ സമയത്ത് സാധ്യമല്ലാത്ത കുറേ കഥകളാണ്, കുറേ കഥാപാത്രങ്ങളാണ്, കുറേ എഴുത്തുകാരുടെ കഥകളൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ആ പശ്ചാത്തലം തേടി നമ്മൾ പെരുങ്ങോട് വിട്ട് പുറത്തു പോകേണ്ടി വരും. അപ്പം മറ്റു കഥകൾ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക്. അപ്പോൾ ആനന്ദന് ഞാനൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ വായനശാലയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു. അതൊക്കെ ഇതൊന്നും എൻ്റെ നാടായിട്ടോ അല്ലെങ്കിൽ പെരിങ്ങോടായിട്ടോ ബന്ധമില്ല. അപ്പോൾ പെരിങ്ങോട് നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കാഴ്ചകളെ നമുക്ക് അടയാളപ്പെടുത്താം, ഈ ആളുകളെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അങ്ങനെ വന്നിട്ടുള്ള കഥകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ വരൂ എന്നുള്ള ഈ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് അശോകേട്ടന് ശരിക്കും പറയാന്ന് വെച്ചെങ്കിൽ സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കഥാപാത്രമാണെങ്കിൽ അശോകേട്ടൻ എന്ന വ്യക്തിയും എൻ്റെ ഈ പോയിന്റിലെ കഥാപാത്രവും ഏതാണ്ട് ഒരേപോലെ നിൽക്കുന്ന സമയം. അതായത് കഥാപാത്രവും വ്യക്തിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സെൻറ്ററിലൊക്കെ വരുമ്പോൾ ഇയാളെ കാണും. അപ്പോൾ ആനന്ദനോട് പറഞ്ഞു, ഈ ആളേനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ പണിയില്ല. അതായത് കഥാപാത്രം തന്നെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇയാളുണ്ടെങ്കിൽ നടക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഞങ്ങളന്ന് വീട്ടിൽ വന്നത്. അത് ഞങ്ങൾക്ക് ഉറപ്പില്ല അശോകേട്ടൻ ഇത് സമ്മതിക്കുമോ, ഏത് രീതിയിലാണ്. അതെ. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് അന്ന് കാണുന്നു, പശുവേട്ടനായിട്ട് സംസാരിക്കുന്നു. പശുവേട്ടൻ കുഴപ്പമില്ലാത്ത മൂഡിലാണെന്ന്. എന്തുകൊണ്ടോ ആ സമയത്ത് വരാമെന്ന് സമ്മതിക്കുകയും നമ്മൾ പിന്നെ അത് ഷൂട്ടിങ് നടത്തുകയുണ്ടായത്. അതുവരെ ചേട്ടൻ അഭിനയിക്കുന്ന ആളാണോ അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ, എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ, നാടകത്തിലോ എന്തിലേലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ, അതൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല. അതായത് എൻ്റെ ഒരു കഥാപാത്രം അശോകേട്ടനിൽ നമ്മൾ കാണുന്നു, അശോകേട്ടൻ നടന്നു പോകുമ്പോൾ ഇരിക്കുമ്പോൾ അശോകേട്ടൻ്റെ പൊതുപ്രകൃതം, അതിലൊക്കെ എൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അങ്ങനെ എത്തി. അതിനുശേഷം പിന്നെ 2 പ്ലാനിങ്ങിലാണ് നമുക്ക് ശരിക്കൊരു എന്താ പറയാ അതെന്തൊരു വിശ്വാസം വന്നത്. ആ പ്ലാനിങ് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സുധേരനെ അങ്ങനെ വിശ്വസിക്കുന്നത്. പോണോ എങ്കടാ ഞങ്ങടാ ഇങ്ങടല്ലേ, ഈ വഴിയല്ലേ, ഈ വഴിക്കല്ലേ, ഈ വഴിക്കല്ലേ? നീ കുറെ അധികം പോയി നോക്കാം. അതെയോ? ഏത് അതിന് പോയി നോക്കാം. ഏത് എനിക്കുണ്ടോ അറിയണം, എനിക്ക് ഈ വഴി അറിയില്ല. എനിക്ക് നിങ്ങളുടെ ഒരു വഴി അറിയില്ല. കുറെ അധികം പോവാ, കുറെ അധികം പോവാ. എപ്പോ തുടങ്ങിയത്? അതാ ഇപ്പൊ ശരിക്കും ചേട്ടനൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് ശരിക്കും ഈ സിനിമ അഭിനയം. അതിപ്പോ നമ്മൾ ഈ ജൂറിമാരിപ്പോ നമുക്ക് തരുന്നത് വെച്ചാൽ ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ ചെയ്യാൻ വലിയ കുഴപ്പമില്ലാത്ത കാര്യം നടന്നിട്ടാണല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അതപ്പം പുറത്ത് ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ല വിചാരിച്ചാൽ നമുക്ക് പോയി ചെയ്യാം. അല്ല ഈ CR നമ്പർ എടുക്കുമ്പോ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് ലേശം പിരിമുറുക്കം ഉണ്ടാകും കേട്ടോ. പിന്നെ ഇപ്പൊ താനാണ് സെറ്റില് ഡയറക്ടർ, പിന്നെ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളല്ലേ. പിന്നെ അതിന്റെ മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അശോകൻ എങ്ങനെ പോരാ, കുറച്ചുകൂടെ ഇങ്ങനെ എനർജറ്റിക് ആവണം, ആളൊക്കെ ബോഡി ഷേപ്പ് വേണം, അങ്ങനെയുള്ള ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലേബർ ചെയ്ത് കിടന്നു. ഈ വേഷമൊന്നും പറ്റില്ല ചേട്ടാ, ഇതൊന്നും പോരാ, ഒരു വേഷം ഇങ്ങനെ ആളൊരു ആ ലെവലിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞതാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ തിരുമൃത് നമ്മളെല്ലാ വൃത്തിയായ ദുശീലങ്ങളൊക്കെ മാറ്റി ആളൊന്നും കൂടി ഫിസിക്കൽ കണ്ടീഷനൊക്കെ, അത് ശരിക്കും നല്ലൊരു
ഒരു വളരെ നമ്മുടെ CR നമ്പറിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗറായിട്ട് മാറാൻ വളരെ സഹായിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ടാവും. അതുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇതില് ആ വരൂല് അഭിനയിക്കുമ്പോൾ വരൂവിന് കൃത്യമായിരുന്നു അശോകൻ. എങ്കിൽ ക്രൈം നമ്പറിൽ അഭിനയിക്കുമ്പോൾ ക്രൈമിന് കറക്റ്റ് ആയിട്ടുള്ള ആളായിട്ട് മാറിയിരുന്നു. അത് ആ വർഷങ്ങൾ കൊണ്ടാണ്. 2004 നമ്മൾ വരൂ ഷൂട്ട് ചെയ്യണമെങ്കിൽ 2012 നമ്മൾ ക്രൈം ഷൂട്ട് ചെയ്യണം. അപ്പൊ ഈ 5-8 കൊല്ലത്തിന്റെ ഒരു മാറ്റമുണ്ട് ആൾക്ക്. അതോടൊപ്പം നമ്മൾ ഈ മീഡിയ ആയിട്ട് കുറേ കൂടി അടുത്തു. ഒരു ക്യാമറ പൊസിഷൻ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ സ്വയം പഠിക്കുന്നു ഓരോ സിനിമകളിലൂടെയും. അതിന്റെ ഒരു ഡെവലപ്മെന്റ് ആ ലൊക്കേഷനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അശോകേട്ടനിൽ മാത്രമല്ല, അച്യുതാനന്ദൻ, എല്ലാ ആക്ടേഴ്സും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ് തൊട്ടാണ് തുടങ്ങിയത്. നമ്മൾ 1ാം ക്ലാസ് ആണ്. 1, 2, 3 അങ്ങനെ പോയിട്ടപ്പോ നമ്മളിങ്ങനെ SLC ഒക്കെ ഇങ്ങനെ ഡിസ്റ്റിങ്ഷനോട് പാസ്സായ ലെവലിലേക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ആരും നമ്മളോട് പറഞ്ഞില്ലേ കളിച്ച് കളിച്ചിട്ട് കളി കാര്യമായില്ലേ ഇത് ചോദിച്ചു. അവാർഡ് കിട്ടി പറഞ്ഞപ്പോ ഭയങ്കര സംഭവമായിട്ട്. പിന്നെ ഒരു വഴിയുണ്ട്. ആ 4 വിജാഗിരിയില്ലേ, അതിൻ്റെ ആണി വിടണം. അതിനാണെങ്കിൽ കുത്തിരിമ്പ് വേണം. കുത്തിരിമ്പുണ്ട്, സാധാ ഉണ്ട്, ബാഗിലാ. സഞ്ജയ് എവിടെ? സഞ്ജയ് തൻ്റെ അടുത്തില്ല വന്ന്. അപ്പം ഇങ്ങോട്ട് കൊടുത്തിട്ടില്ലേ? നിങ്ങളുടെ കയ്യിലുണ്ട്? ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പം എന്റെ കയ്യിൽ സഞ്ജയൊന്നുമില്ല. വെള്ളക്കുപ്പിൻ ടോർച്ചേ ഉള്ളൂ. ആ ഡൈനിങ് ഹാളിൽ വെച്ച് തൻ്റെ അടുത്തല്ലേ വന്ന് സഞ്ജയ്. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കയ്യിലാണ് സഞ്ചിട്ടാന്ന്. ഞാൻ കൈ വീശിട്ട് അങ്ങോട്ട് കയറി പോന്നത്. പിന്നെ നിന്റെ അടുത്ത് സഞ്ചിട്ടാകുക രാവിലെ മുതൽ തന്റെ കയ്യിലുണ്ടായിരുന്നു സഞ്ജയ്. മേലെ പോയോക്കെ പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? സഞ്ചി എടുത്തു, നിങ്ങൾ സഞ്ചി എടുത്തു പോയി. ഞാൻ ടോർച്ച് കൊടുത്തു, വെള്ളം എടുത്തു. സഞ്ജു ഡൈനിങ് ഹാളിലുണ്ടാവും. എന്താ നിങ്ങൾ ഈ പറയണ? നമ്മുടെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഇല്ല. നമ്മളെന്താ അവിടെ വെച്ച് പറയുന്നത്, താൻ ഏകദേശം ഇപ്പൊ സുധയം പറയും. അപ്പൊ സുധയം പറയുന്ന സമയത്ത് ഇന്ന ഇതാണ് പാസ്പോർട്ട് നമ്മളൊന്ന് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് ഒന്നുമില്ല. അപ്പൊ താൻ അതിന് ഏകദേശം രൂപരേഖ നമ്മളോട് പറയും. ഇന്നതാണ് ഇപ്പൊ നമ്മളിവിടുന്ന് എടുക്കുന്ന സീന്. അത് പിന്നെ നമ്മൾ ഞാനായിട്ട് അല്ലെങ്കിൽ അച്യുതാനന്ദൻ സീനിൽ അച്യുതാനന്ദൻ, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ സീനിൽ സന്തോഷമാണെങ്കിലും നമ്മൾ അതിങ്ങോട്ട് ഇംപ്രൈസ് ചെയ്തിട്ട് അത് അതിങ്ങനെ കുളിപ്പിച്ചിട്ട് വേണ്ട ലെവലിലേക്ക് എത്തിക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു എത്രണ്ണം ആവില്ലേ അങ്ങനെ ഒരു ടെൻഷൻ വല്ലാതെ ഉണ്ടായിരുന്നു ശരിക്കും ആ സമയത്തൊക്കെ. ഒന്നെന്താ വെച്ചാൽ തിരക്കഥയുടെ കാര്യത്തില് ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഒരു തിരക്കഥ എഴുതിയിരുന്നു. അതിനൊരു 2 കൊല്ലത്തോളം ഞാൻ ഇരുന്ന് ഒരു 3-4 കൊല്ലത്തെ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. എഴുത്തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 1 കൊല്ലത്തോളം 2, 3, 4 പ്രാവശ്യമൊക്കെ മാറ്റി എഴുതി. അതിന് അത്രയും എനർജി ചെലവഴിച്ചു. എന്നാൽ ഈ സാധനത്തിനാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ആ സമയത്ത് ഒരു മൂല്യവും കിട്ടിയില്ല. ആർക്കും ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അംഗീകരിക്കാത്ത കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കുറേ കോമഡി, അല്ലെങ്കിൽ കുറേ വേറെ സംഭവങ്ങൾ, ഇതൊക്കെ കുത്തിത്തിരുകാൻ ആവശ്യപ്പെടുന്ന ആളുകൾ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ തിരക്കഥ എടുത്തു വെച്ച് ആലോചിച്ച് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടാക്കിയത്, ഇത്രയും നമ്മൾ അധ്വാനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ ആര് ഡയറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എഴുതിയിട്ടുണ്ടാക്കിയത്, അല്ലെങ്കിൽ ആര് അഭിനയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊക്കെ എഴുതിയിട്ടുണ്ടാക്കിയത്. അന്ന് ശരിക്കും അതോട് കൂടിയിട്ട് എഴുത്ത് മടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അതിനുശേഷം പിന്നെ എനിക്ക് ചെയ്യാവുന്ന, എനിക്കറിയാവുന്ന ആളുകൾക്ക് അഭിനയിക്കാവുന്ന, എൻ്റെ നാട്ടിൽ ഷൂട്ട് ചെയ്യാവുന്ന സബ്ജക്റ്റുകളുണ്ടോ എന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട സമയത്ത് എനിക്ക് ഈ ഒരു ഫുൾ പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ട് എഴുതി വെക്കണം, എനിക്ക് കൺവിൻസ് ചെയ്യാനുള്ള ഒന്നുമില്ല അച്യുതാനന്ദനോ അല്ലെങ്കിൽ അശോകേട്ടനോ അല്ലെങ്കിൽ ഉണ്ണീഷേട്ടനാണ്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എഴുത്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ക്രൈം നമ്പറിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെൻസറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുണ്ടാക്കിയത്. പക്ഷേ ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നടക്കില്ല. എനിക്ക് ഇപ്പോൾ പെരുങ്ങോടിന് പുറത്തുള്ള, ഇപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ
വേറെ താരങ്ങളോ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ അർത്ഥത്തിൽ സ്ക്രിപ്റ്റ് എഴുതി ഷോർട്ട് ഡിവൈഡ് ചെയ്ത് സെക്കൻഡ്സ് വെച്ചിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇത് നമ്മുടെ ഒരു സൗകര്യം സാധ്യതയാണ്. ശരിക്കും മലയാളത്തിൽ ഇപ്പൊ സമാന്തരമായി നിൽക്കുന്ന താരങ്ങളെ ഒപ്പാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാര്യം. പക്ഷെ അതാണ് യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊന്ന് പതുക്കെ നടക്കാം. സിനിമ അല്ലെങ്കിൽ നാടകം അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ കലാപ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ ഒരു സംഭവം അശോകേട്ടനെ ഈ പെരിങ്ങോട് എന്നുള്ള ദേശം, സ്കൂള്, മറ്റ് പരിതസ്ഥിതി, ഇതൊക്കെ എങ്ങനെയാണ് ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത്? സ്കൂൾ ജീവിതത്തിലൊക്കെ നമ്മുടെ സ്കൂൾ ജീവിതത്തിലൊക്കെ നമ്മൾ ഈ നാടകങ്ങൾ ഇപ്പോൾ നമ്മുടെ സുഹൃത്തില്ലേ ഒരു രവി കറ്റശ്ശേരിയില്ലേ, അപ്പോൾ അയാൾ പിന്നെ നമ്മുടെ ഒരു പുട്ട് സുരേഷ് ഉണ്ട്, അവൻ അങ്ങനെ ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് ആദ്യം ഒരു നാടകം. അത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രശേഖര മാഷില്ലേ, പുള്ളിക്കാരനാണ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. അങ്ങനെയൊരു നാടകം അത് അന്നത്തെ ഒരു ബാലരമേന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ചെറുകഥ ആസ്പദമാക്കിയിട്ടാണ് അതാണ് ചെയ്തത്. സംഭവം എല്ലാവർക്കും ഇഷ്ടമായി. എന്നിട്ട് അന്ന് നമ്മൾ സ്കൂളിൽ അത് ഞങ്ങൾക്ക് 7ാം ക്ലാസ്സിലുള്ള ആ ടീമിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയ നാടകത്തിന്. അതിനുശേഷമാണ് നമ്മൾ ഈ നാടകങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര കണക്ഷൻ. അതിന് മുന്നേ തന്നെ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ നാടകം ഉണ്ടായിരുന്നുണ്ടോ. പക്ഷെ ആ നാടകത്തിൽ അന്ന് പ്രേമൻ പിന്നെ ശശി ഇവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല. ആവശ്യമില്ലാതെ കുട്ടികൾ തമ്മിലുള്ളൊരു കച്ചറമുള്ള ഞാനൊന്ന് പിണങ്ങിപ്പോകും നാടകം. അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് അതാണ് നാടകത്തിന് നമ്മുടെ ആദ്യത്തെ തുടക്കം. അതിനുശേഷം പിന്നെ നമ്മുടെ ഹൈസ്കൂൾ നാടകങ്ങൾ, പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ നാടകങ്ങളുടെ കൂടെ കാര്യം എന്ത് ചെയ്യുമ്പോഴും പിന്നെ നമ്മളൊരു കലാകാരനായ കാരണം അതിൻ്റെ ആർട്ടായിട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല കണക്ഷൻ നമ്മളെല്ലാവരും. പിന്നെ ഭാരതാർട്സിൽ 1-2 നാടകങ്ങളൊക്കെ സജീവമായിട്ട് വർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ HM ഒക്കെ ഹെഡ് മാഷൊക്കെ അഭിനയിച്ച നാടകങ്ങളൊക്കെ കണ്ടിട്ട് അതൊക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ പിന്നെ നമ്മൾ പെരിങ്ങോട് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ വെളിച്ചാകുമ്പോൾ ഒരു 4-4:30 ഇങ്ങനെ ഇരുട്ട് കേൾക്കണമെന്ന് വെച്ചാൽ പഞ്ചവായത്തിൻ്റെ താളം, അത് പിന്നെ കഥകളി. നമ്മളാരും കാണാൻ പോയില്ലെങ്കിൽ അതിൻ്റെ ആ ലൈൻസൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. ഇങ്ങനെ ഭയങ്കര ട്യൂണും കാര്യങ്ങളൊക്കെ. കഥകളിയൊന്നും നമുക്ക് കാണാൻ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഇപ്പം എന്താ നമ്മളെ പോയിട്ട് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പൊതുവെ അങ്ങനെയുള്ള നമ്മുടെ മൊത്തം പെരിങ്ങോടിൻ്റെ ഒരു കല, ഒരു സാംസ്കാരിക പൊതുവായിട്ട് ആ പരിസരമാണല്ലോ. അതാണ് നമ്മൾ വളർന്നു വന്നത്. ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് എപ്പോൾ മുതലാണ്? ശില്പങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 വയസ്സ് മുതലൊക്കെ അതിനോട് ഭയങ്കര താല്പര്യം.